ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷപ്രകാരം ഓരോ നാളുകാർക്കും അനുകൂലവും പ്രതികൂലവുമായ നക്ഷത്രങ്ങളുണ്ട്. അവയെ ധനനക്ഷത്രങ്ങൾ, വിപൽ നക്ഷത്രങ്ങൾ, ക്ഷേമ നക്ഷത്രങ്ങൾ, പ്രത്യര നക്ഷത്രങ്ങൾ, സാധക നക്ഷത്രങ്ങൾ, വധനക്ഷത്രങ്ങൾ, മൈത്ര നക്ഷത്രങ്ങൾ, പരമമൈത്ര നക്ഷത്രങ്ങൾ എന്നിങ്ങനെ ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഇവയെ നവതാരാചക്ര നക്ഷത്രങ്ങൾ എന്നും പറയും. ഇതുകൂടാതെ ഓരോ നക്ഷത്രക്കാരുടെയും ജന്മാനുജന്മ നക്ഷത്രങ്ങൾ, അഷ്ടമക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്നിവ എന്തിനൊക്കെ സ്വീകരിക്കാം എന്നും പറയുന്നുണ്ട്. ഈ നക്ഷത്രങ്ങൾ ധനനക്ഷത്രങ്ങൾ, ക്ഷേമ നക്ഷത്രങ്ങൾ, സാധക നക്ഷത്രങ്ങൾ, മൈത്ര നക്ഷത്രങ്ങൾ, പരമമൈത്ര നക്ഷത്രങ്ങൾ എന്നിവ നമുക്ക് അനുകൂലവും ശുഭഫലങ്ങൾ തരുന്നതുമായ നക്ഷത്രങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രതികൂലങ്ങളായ നക്ഷത്രങ്ങളെ വിപൽ നക്ഷത്രങ്ങൾ, പ്രത്യര നക്ഷത്രങ്ങൾ, വധനക്ഷത്രങ്ങൾ, അഷ്ടമക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നു. അടുത്തത് നമ്മുടെ ജന്മാനുജന്മ നക്ഷത്രങ്ങളാണ്. അതായത് നമ്മൾ ജനിച്ച നക്ഷത്രവും ആ നക്ഷത്രം തൊട്ടെണ്ണുമ്പോൾ 10-ാം നാളും 19-ാം നാളും. ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഉത്തമങ്ങളും മറ്റു ചില കാര്യങ്ങൾ ചെയ്യുവാൻ അധമങ്ങളുമാണ്. ഇന്നത്തെ വീഡിയോയിൽ അശ്വതി നക്ഷത്രക്കാരുടെ മേൽപ്പറഞ്ഞ ധന, ക്ഷേമ, സാധക മുതലായ നല്ല നക്ഷത്രങ്ങളും വിപൽ മുതലായ പ്രതികൂല നക്ഷത്രങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രക്കാരുടെ ധനനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭരണി, പൂരം, പൂരാടം എന്നീ 3 നക്ഷത്രങ്ങൾ അശ്വതി നക്ഷത്രക്കാരുടെ ധനനക്ഷത്രങ്ങളാണ്. ഇവയെ സമ്പൽ നക്ഷത്രങ്ങൾ അഥവാ സമ്പത്ത് നക്ഷത്രങ്ങൾ എന്നും പറയുന്നു. ഈ 3 നക്ഷത്രങ്ങളും അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തും സുഖവും നൽകുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ധനപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അതായത് സ്ഥിര നിക്ഷേപങ്ങളും മറ്റ് ധനപരമായ ഇടപാടുകളും നടത്തുക, ഷെയറുകളും മറ്റും വാങ്ങുക, ആഭരണങ്ങൾ, രത്നങ്ങൾ, വാഹനങ്ങൾ, വസ്തുക്കൾ, കെട്ടിടങ്ങൾ എന്നിവ വാങ്ങുക എന്നിങ്ങനെയുള്ള ധനപരമായ ഇടപാടുകൾക്ക് നല്ല നാളുകളാണ് ഈ ധനനക്ഷത്രങ്ങൾ. ഈ നാളുകളിൽ കൊടുക്കുന്ന വായ്പകൾ ലാഭത്തിൽ എളുപ്പത്തിൽ തിരിച്ചു കിട്ടുവാൻ സാധിക്കുന്നതാണ്. ഈ നക്ഷത്രങ്ങൾ ചെയ്യുന്ന കൊടുക്കൽ വാങ്ങലുകൾ അശ്വതി നക്ഷത്രക്കാർക്ക് കൂടുതൽ ലാഭകരമായിരിക്കും. ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചെറുതോ വലുതോ ആയ സാമ്പത്തികമായ എന്തെങ്കിലും നേട്ടം ഇവർക്കുണ്ടാകാം. ഈ ദിവസം ഉല്ലാസയാത്ര പോകുന്നതിനും നല്ല ദിവസങ്ങളാണ്. അടുത്തത് അശ്വതി നക്ഷത്രക്കാരുടെ ക്ഷേമ നക്ഷത്രങ്ങളാണ്. രോഹിണി, അത്തം, തിരുവോണം എന്നീ നാളുകൾ ഇവരുടെ ക്ഷേമ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും അശ്വതി നക്ഷത്രക്കാർക്ക് ക്ഷേമവും ഐശ്വര്യവും ഭാഗ്യവും കൈവരും. ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന ഏത് പ്രവൃത്തികളും ഇവർക്ക് ക്ഷേമത്തെയും ഐശ്വര്യത്തെയും നൽകും. ഈ നക്ഷത്രക്കാരുമായി ചേർന്ന് വ്യാപാര വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും മറ്റ് കൂട്ടുപ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കൂടുതൽ ലാഭകരവും ക്ഷേമകരവുമായിരിക്കും. ഈ നാളുകൾ ചെയ്യുന്ന പൂജ, ഹോമാദി കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ ഫലപ്രാപ്തി നൽകും. ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന ക്ഷേമ പ്രവൃത്തികൾ ഇവർക്ക് കൂടുതൽ അനുകൂല ഫലങ്ങളെ നൽകും. അടുത്തത് സാധക നക്ഷത്രങ്ങളാണ്. തിരുവാതിര, ചോതി, ചതയം എന്നീ 3 നാളുകൾ അശ്വതി നക്ഷത്രക്കാരുടെ സാധക നക്ഷത്രങ്ങളാണ്. ഈ നാളുകളിൽ അശ്വതി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും വിജയങ്ങളും ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണവും ഉണ്ടാകും. ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികൾ ഇവർക്ക് കൂടുതൽ നേട്ടം കൊയ്യുവാനും വിജയം വരിക്കുവാനും പൂർത്തീകരിക്കാതെ കിടന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനും സാധിക്കും. അടുത്തത് അശ്വതി നക്ഷത്രക്കാരുടെ മൈത്ര നക്ഷത്രങ്ങളാണ്. പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ 3 നക്ഷത്രങ്ങൾ ഇവരുടെ മൈത്ര നക്ഷത്രങ്ങളാണ്. എന്നാൽ ഇതിൽ അനിഴം നക്ഷത്രം അഷ്ടമക്കൂറിൽ വരുന്ന നക്ഷത്രമായതിനാൽ നല്ലതല്ല. മറ്റ് 2 നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഇവർക്ക് സന്തോഷപ്രദങ്ങളായ ദിവസങ്ങളായിരിക്കും. ഈ ദിവസങ്ങളിൽ അതിഥി സൽക്കാരവും മറ്റും നടത്തുവാനും വിരുന്നു പോകുവാനും മറ്റ് സന്തോഷപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാനും നല്ലതാണ്. ഈ ദിവസങ്ങളിൽ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുവാനും നല്ലതാണ്. 5-ാമതായി പരമമൈത്ര നക്ഷത്രങ്ങൾ.
അശ്വതി നക്ഷത്രക്കാരുടെ പരമമൈത്ര നക്ഷത്രങ്ങൾ ആയില്യം, കേട്ട, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. എന്നാൽ ഇതിൽ കേട്ട നക്ഷത്രം അഷ്ടമക്കൂറിൽ വരുന്ന നക്ഷത്രമായതിനാൽ വർജ്യമാണ്. മറ്റ് 2 നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല ദിവസങ്ങളായിരിക്കും. സന്തോഷകരമായ അനുഭവങ്ങളും നേട്ടങ്ങളും ഈ ദിവസങ്ങളിൽ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. ഈ നക്ഷത്രക്കാരുടെ ഉപദേശങ്ങൾ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അശ്വതി നക്ഷത്രക്കാർ സ്വീകരിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യും. അടുത്തത് അശ്വതി നക്ഷത്രക്കാരുടെ ജന്മാനുജന്മ നക്ഷത്രങ്ങളാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളാണ് മകം, മൂലം എന്നീ നക്ഷത്രങ്ങൾ. അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് ക്ഷേത്ര ദർശനം നടത്തുവാനും പൂജാതി കാര്യങ്ങൾക്കും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ക്ഷേത്രങ്ങൾക്ക് ധനസഹായ സമർപ്പണം നടത്തുവാനും നല്ല ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ധർമ്മസ്ഥാപനങ്ങൾക്കും അഗതികൾക്കും ധനസഹായവും അന്നദാനവും വസ്ത്രദാനവും മറ്റും നൽകുവാനും നല്ല ദിവസങ്ങളാണ്. അതുപോലെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്ക് 28 കെട്ട് അഥവാ ചരടുകെട്ട് നടത്തുന്നതിനും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിനും നല്ലതാണ്. എന്നാൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരുടെ വിവാഹം അശ്വതി നക്ഷത്രത്തിൽ നടത്തരുത്. ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ മറ്റ് ശുഭകാര്യങ്ങൾക്കെല്ലാം വർജിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങളിൽ ആവശ്യമില്ലാതെയുള്ള ദീർഘദൂര യാത്രയും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അശ്വതി നക്ഷത്രക്കാർ ജനിച്ച സമയത്തും ഇപ്പോൾ ചാരവശാലും മേൽപ്പറഞ്ഞ ജന്മാനുജന്മ നക്ഷത്രങ്ങളിൽ നമ്മുടെ ജാതകത്തിലെ 6, 8, 12 എന്നീ ദുസ്ഥാനങ്ങളുടെ അധിപഗ്രഹങ്ങൾ ആരെങ്കിലും നിന്നാൽ അവ നമ്മുടെ ശരീരത്തിനും മനസ്സിനും പ്രതികൂല ഫലങ്ങളെ ചെയ്യും. സുസ്ഥാനാധിപന്മാരാണ് മേൽപ്പറഞ്ഞ ജന്മാനുജന്മ നക്ഷത്രങ്ങളിൽ നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഗ്രഹങ്ങൾ അനുകൂല ഫലങ്ങൾ നൽകും. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലങ്ങളായ നാളുകൾ ഭരണി, പൂരം, പൂരാടം, രോഹിണി, അത്തം, തിരുവോണം, തിരുവാതിര, ചോതി, ചതയം, പൂയം, ഉത്രട്ടാതി, ആയില്യം, രേവതി എന്നീ 13 നാളുകളാണ്. ഈ നാളുകളിൽ ചെയ്യുന്ന ഏതൊരു ശുഭകർമ്മവും ഇവർക്ക് അനുകൂലമായ ഫലത്തെയും ഐശ്വര്യത്തെയും നൽകും. എന്നാൽ രേവതി നക്ഷത്രങ്ങളിൽ ക്രയവിക്രയം അഥവാ ദ്രവ്യങ്ങളും പണവും മറ്റും കൊടുക്കുവാനും വാങ്ങുവാനും പാടില്ല. മറ്റ് ശുഭകർമ്മങ്ങൾക്കെല്ലാം നല്ലതാണ്. അതുപോലെ ഈ 13 നാളുകളിൽ നമ്മുടെ ജാതകത്തിലെ ശുഭഗ്രഹങ്ങൾ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്തും നമുക്ക് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും. ഇനി അശ്വതി നക്ഷത്രക്കാരുടെ പ്രതികൂല നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രക്കാരുടെ വിപൽ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ 3 നാളുകൾ അശ്വതി നക്ഷത്രക്കാരുടെ വിപൽ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ഇവർക്ക് അശുഭകരങ്ങളായ അനുഭവങ്ങളും ആപത്തുകളും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ളവരുമായി ശത്രുതയും കേസും വഴക്കും അപകട സാധ്യതകളും അനുഭവത്തിൽ വരാവുന്നതാണ്. അതിനാൽ ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ ജാഗ്രത വേണം. രണ്ടാമതായി മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നാളുകൾ അശ്വതി നക്ഷത്രക്കാരുടെ പ്രത്യര നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സം നേരിടുവാനും നിർഭാഗ്യകരങ്ങളായ അവസ്ഥകളുണ്ടാകുവാനും അശുഭകരങ്ങളായ വാർത്തകൾ ശ്രവിക്കുന്നതിനും മറ്റുള്ളവരുമായി ശത്രുതയ്ക്കും സാധ്യത കൂടുതലാണ്. മൂന്നാമതായി അശ്വതി നക്ഷത്രക്കാരുടെ വധനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ വധനക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും മനക്ലേശത്തിനും കാര്യങ്ങൾക്കെല്ലാം തടസ്സം നേരിടുന്നതിനും അപകടത്തിനും കലഹത്തിനും സഞ്ചാരക്ലേശങ്ങൾക്കും ഭാര്യാപുത്രാദികളെ കൊണ്ടുള്ള സുഖക്കുറവിനും മറ്റ് നിർഭാഗ്യകരമായ അനുഭവങ്ങളുണ്ടാകുവാനും സാധ്യത കൂടുതലാണ്. നാലാമതായി അശ്വതി നക്ഷത്രക്കാരുടെ അഷ്ടമക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾ നവതാരാ ചക്രത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളല്ല. ഈ നക്ഷത്രങ്ങളും ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രങ്ങളായതിനാൽ സകല ശുഭകർമ്മങ്ങൾക്കും വർജിക്കണം. ഈ അഷ്ടമക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം 4-ാം പാദം, അനിഴം, കേട്ട എന്നീ നാളുകൾ. ഈ നാളുകളിലും ഒഴിച്ചുകൂടാനാവാത്ത യാത്രകൾ വഴിയുള്ള ദൂരയാത്രകളും സാഹസിക പ്രവൃത്തികളും ഒഴിവാക്കുകയും കേസിലും വഴക്കിലുമൊന്നും ഇടപെടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ അഷ്ടമക്കൂറിൽപ്പെട്ട ഈ നാളുകളിലും കാർത്തിക, മകയിരം, പുണർദം എന്നീ നാളുകളിലും ജനിച്ചവരെ വിവാഹം കഴിക്കുന്നതും ഒഴിവാക്കുന്നതും നല്ലതാണ്. അപ്പോൾ കാർത്തിക, ഉത്രം, ഉത്രാടം, മകയിരം, ചിത്തിര, അവിട്ടം, പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നീ വിപൽ, പ്രത്യര, വധനക്ഷത്രങ്ങളായ 9 നാളുകളും അഷ്ടമക്കൂറിൽപ്പെടുന്ന അനിഴം,
കേട്ട എന്നീ നാളുകളും ഉൾപ്പെടെ ആകെ 11 നാളുകൾ അശ്വതി നക്ഷത്രക്കാർ സകല ശുഭകർമ്മങ്ങൾക്കും വർജിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ജന്മാനുജന്മ നക്ഷത്രങ്ങളായ നാളുകളും മേൽപ്പറഞ്ഞ കർമ്മങ്ങൾക്കൊഴികെ മറ്റ് ശുഭകർമ്മങ്ങൾക്ക് ഒഴിവാക്കണം. അതുപോലെ അശ്വതി നക്ഷത്രക്കാർ അവരുടെ രാശ്യാധിപനായ ചൊവ്വയെയും നക്ഷത്രദേവതയായ അശ്വിനി ദേവകളെയും നക്ഷത്രാധിപനായ കേതുവിനെയും അതിൻ്റെ ദേവതയായ ഗണപതിയെയും നക്ഷത്രഭൂതമായ ഭൂമിയെയും പൂജിക്കുകയും മൃഗമായ കുതിരയെയും പക്ഷിയായ പുള്ളിനെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷമായ കാഞ്ഞിരമരത്തെ മുറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാതെ രക്ഷിക്കുകയും ചെയ്താൽ ആയുസ്സും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുവാൻ ഇടവരുന്നതാണ്. ഇവർ ചുവപ്പ്, മഞ്ഞ, വെള്ള എന്നീ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അഥവാ ഈ നിറങ്ങൾ കൂടുതലായി ഇടകലർന്ന വസ്ത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോൾ ധരിക്കുന്നത് ഉത്തമ ഫലം നൽകുവാനും പോയ കാര്യം സാധിച്ചെടുക്കുവാനും വളരെ നല്ലതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിരുത്തി ഓരോ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഗ്രഹനില അത്ര മെച്ചമല്ലെങ്കിൽ തന്നെയും കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാകാതെ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. നല്ല ഗ്രഹനിലയുള്ളവരും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുത്ത് പ്രവർത്തിച്ചാൽ ധനനഷ്ടവും മറ്റ് കഷ്ടനഷ്ടങ്ങളും ദുരനുഭവങ്ങളും വരാതെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ അറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.